ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ അഴീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴീക്കോട് സാന്ത്വനം വയോജന സദനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുന്നും നടന്നു. KPCC മെമ്പർ ചന്ദ്രൻ തില്ലങ്കേരി അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ചടങ്ങുകളിലൂടെ ബഹുമാനായ ഉമ്മൻചാണ്ടിയെ ഓർക്കുകയും ട്രസ്റ്റിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ അഴീക്കോട് ബ്ലോക്ക് ഇവിടെ താമസിക്കുന്ന ആളുകളോടൊപ്പം തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗമായുള്ള തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപഹാരവും പുരസ്കാരവും എല്ലാം ആകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൂടുതൽ പറയുള്ളൂ. ഉമ്മൻചാണ്ടി അറിയാത്ത ആരും നാട്ടിൽ ഇവിടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ് ചുവപ്പ് നാടുകളിൽ കുരുങ്ങി നിൽക്കുന്ന ഒരുപാട് ഫയലുകൾ, സാധാരണക്കാരന്റെ ഫയലുകൾ നിസ്സാരമായ കാരണങ്ങളാൽ നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച ഒരുപാട് ഫയലുകൾ അദ്ദേഹം തിരിച്ചു വിളിപ്പിച്ച് പാവപ്പെട്ടവൻ അതിനെ കൊണ്ട് ആ ഫയലുകൾക്കുള്ളിലുള്ള നിസ്സാരമായ സാങ്കേതിക തടസ്സങ്ങൾ അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് പ്രയാസമുണ്ടാകുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ സാധാരണക്കാരന് സഹായം ചെയ്യാൻ നിയമത്തിൽ മാറ്റം വരുത്താൻ തയ്യാറായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് ചടങ്ങിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കണ്ണൂർക്കാർക്ക് ഉമ്മൻചാണ്ടിയെ നല്ല പരിചയമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ ആളുകളുള്ള നാടുമാണ്. സ്നേഹിക്കുന്നവരും വേദനിപ്പിക്കുന്നവരുമുള്ള നാടാണ് കണ്ണൂർ. ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് മറ്റൊരു ജില്ലയിൽ നിന്നും ഇങ്ങനൊരു സമ്മാനം ലഭിച്ചില്ല. കണ്ണൂർ കാർടെക്സിൽ സ്റ്റേഡിയം കോർണറിലുള്ള കോൺഗ്രസിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കാൻ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് കല്ലേറ് കൊണ്ടതും പരിക്ക് പറ്റിയത്. നമ്മൾ ആരും മറന്നിട്ടില്ല. ആ പരിക്ക് പറ്റിയ ആളുകളോട് കേസ് വേണ്ട എന്ന് പറയുവാനും ഉമ്മൻചാണ്ടി തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് അതിവേഗം ബഹുദൂരം, അതായത് ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം ചന്ദ്രനോട് പറഞ്ഞതുപോലെ നിരവധി ഫയലുകൾ, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി ഫയലുകൾ ഒറ്റ ഇരിപ്പിന് 10,000 15,000 ആളുകളെ കണ്ട് അതിന് പരിഹാരം കണ്ട ഇതുപോലുള്ള ഒരു ജനകീയ നേതാവ് കേരളത്തിലില്ല, ഇന്ത്യയിലുമില്ല. ഇരുന്ന ഇരിപ്പിൽ രാവിലെ 9 മണിക്ക് തുടങ്ങി പുലർച്ചയ്ക്ക് 3 മണി വരെ നമ്മളൊക്കെ പറയുമായിരുന്നു അമൃതാനന്ദമയി ദേവിയും ഉമ്മൻചാണ്ടിയെ ഇത്രയും സമയം ആളുകളെ കാണാൻ ഇങ്ങനെ ഇരുന്നിട്ടുള്ളൂ എന്ന് എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഉമ്മർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. O. നാരായണൻ, TM മോഹനൻ, E. രവീന്ദ്രൻ, C. സജിത്ത്, M. മോഹിനി, K. ഷൈബ, MV അജയൻ, AP സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.